നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വിഷു ആഗതമായിരിക്കുകയാണ്. വിഷു സംക്രമ ഫലത്തെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു. എന്നിരുന്നാലും വിഷുവിന്റെ നക്ഷത്ര ഫലത്തെ നമുക്ക് പറയാൻ ബാക്കിയുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ സമ്പൂർണ്ണ വിഷു നക്ഷത്ര ഫലത്തെയാണ് പറയുന്നത്. സംക്രമ ഫലത്തെ നിങ്ങൾ ഏവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതൊരു പ്രത്യേക രീതിയിലുള്ള ഫലപ്രവചനമാണ്. വിഷു ദിവസത്തെ ആ സംക്രമ സമയത്തെ രീതികൾ അനുസരിച്ചുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ പറയുന്നത് വിഷു സംക്രമത്തോടനുബന്ധിച്ചുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി മൂലമുള്ള സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ്. ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകം ഫലങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ചെറിയ 12 വീഡിയോകളിലായിട്ട് നമുക്കത് പറഞ്ഞു പോകാം. വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ അവസാനം വരെ കാണുക. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ സമ്പൂർണ്ണ വിഷുഫലത്തെ നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രങ്കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വിദേശത്ത് തൊഴിലൊക്കെ ആഗ്രഹിക്കുന്ന ചിങ്ങക്കൂറുകാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. അധികാര സ്ഥാനത്ത് എത്തിച്ചേരാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് പ്രമോഷൻ ലഭിക്കാനും മേലധികാരികളിൽ നിന്ന് പലവിധമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. വിദേശത്ത് തൊഴിലവസരം നേടുന്നവർക്കും വളരെ ഗുണകരമായിട്ടുള്ള കാലമാണ്. ലോട്ടറി, കമ്മീഷൻ എന്നിവ മൂലം ധനസ്ഥിതി മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്. അവസരങ്ങൾ ബുദ്ധിപരമായി പ്രയോജനപ്പെടുത്തുന്ന ഈ കൂറുകാർ ജീവിതത്തിൽ പലതരം വിജയങ്ങൾ ഈ വിഷു വർഷത്തിൽ സ്വന്തമാക്കുന്നതാണ്. സ്ത്രീകൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. പ്രത്യേകമായി മകം നക്ഷത്രക്കാർക്ക് ചില വിജയങ്ങൾ ഈ വർഷം ഉണ്ടാകുന്നതാണ്. പൂരം നക്ഷത്രക്കാർക്ക് സ്ഥിര വരുമാനമുള്ള തൊഴിൽ ലഭിക്കാനും ബിസിനസ്സിൽ വിജയിക്കാനും ഒക്കെ വിശേഷാൽ സാധ്യത കാണുന്നുണ്ട്. ചിങ്ങക്കൂറിൽ വരുന്ന ഉത്തര നക്ഷത്രക്കാർക്കും ഗുണപ്രദമാണ്. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് നഷ്ടപരിഹാരമായി വീട്, സ്ഥലം, വസ്തുവകകൾ എന്നിവ വാങ്ങാൻ ധനസഹായം ലഭിക്കാൻ സാധ്യതയുണ്ട്. സർക്കാർ ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് അത് നടക്കാനുള്ള സാധ്യതയുണ്ട്. നിയമയുദ്ധത്തിലൊക്കെ അവിചാരിത വിജയം നേടാനുള്ള സാഹചര്യമുണ്ട്. വിവാഹം, പ്രേമസാഫല്യം ഇവയൊക്കെ ഉണ്ടാകുന്നതാണ്. വിവാഹം മൂലം വിദേശത്ത് തൊഴിൽ മുതലായ കാര്യങ്ങൾക്ക് നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. പൊതുവെ അധികാര സ്ഥാനങ്ങളിലൊക്കെ എത്തിച്ചേരാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിലൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്ക് പ്രമോഷൻ ലഭിക്കാനും മേലധികാരികളിൽ നിന്ന് പലവിധമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. ചിങ്ങക്കൂറുകാർ ദോഷശാന്തിക്കും ഗുണവർദ്ധനവിനുമായി ഗണപതി പ്രീതി വരുത്തുക. ഗണപതിക്ക് കർഗമാല, മോദകം ഇവ വഴിപാടായി നടത്തുക. ഗോതമ്പ് ദാനം ചെയ്യുന്നതും വിശേഷ ഫലത്തെ ചെയ്യുന്നതാണ്. എല്ലാ ദിവസവും സൂര്യനെ നോക്കി ഗായത്രി മന്ത്രം ജപിക്കുക. പിതൃക്കളുടെ സ്മരണ ഉണ്ടാകുക. ഇതൊക്കെ ദോഷങ്ങളെ ഇല്ലാതാക്കും. ഇനി നമുക്ക് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ വിഷുഫലത്തെ ഒന്ന് പരിശോധിച്ച് നോക്കാം. വിശേഷ ഫലത്തെ പറയുകയാണ്. മകൻ നക്ഷത്രക്കാരുടെ ഫലത്തെ പറയാം. മകൻ നക്ഷത്രക്കാർക്ക് വാഹനഭാഗ്യം, വാഹനം മൂലം നേട്ടം, അന്യജനങ്ങളിൽ നിന്ന് ഗുണാനുഭവങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാകുന്നതാണ്. കൂടാതെ ശത്രുഹാനിയും വ്യവഹാര കാര്യങ്ങളിൽ വിജയവും നേടാൻ സാധിക്കുന്നതാണ്. സർക്കാർ സംബന്ധമായിട്ടുള്ള അനുകൂല നടപടികൾ ഉണ്ടാകാം. എന്നാൽ ആരോഗ്യം വളരെ സൂക്ഷിക്കേണ്ട കാലഘട്ടമാണ്. ത്വക്ക് രോഗം അലട്ടാനുള്ള സാഹചര്യമുണ്ട്. വാദപ്രതിവാദങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ട സമയമാണ്. കേസ് വഴക്കുകളിൽ അകപ്പെടാതെ സൂക്ഷിക്കുക. ശിക്ഷാ നടപടികൾ നേരിടേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. മാനസിക സംഘർഷം ഏറെ വർദ്ധിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. സംയമനത്തോടെ പെരുമാറുവാൻ പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് പൂരം നക്ഷത്രക്കാരുടെ വിശേഷ ഫലത്തെ പറയാം. പൂരം നക്ഷത്രക്കാർക്ക് ധനലാഭ യോഗമുണ്ട്. വ്യവഹാര വിജയമുണ്ട്. ഭാഗ്യയോഗ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ ബന്ധുജനങ്ങൾ മൂലം ചില ക്ലേശാനുഭവങ്ങളും ഉണ്ടായേക്കാം. മാനസിക സമ്മർദ്ദം വർദ്ധിക്കുന്നതാണ്. ഉയരത്തിൽ നിന്നുള്ള വീഴ്ച, ക്ഷതം എന്നിവയ്ക്കും സാധ്യതയുണ്ട്. അതിനാൽ തന്നെ സാഹസിക പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതാണ്. അന്യദേശവാസവും അനുഭവത്തിൽ വരാനുള്ള സാഹചര്യമുണ്ട്. കുടുംബ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവരിൽ നിന്നും ദോഷഫലങ്ങൾ ഉണ്ടാകാം. മറ്റുള്ളവരുടെ കാര്യത്തിൽ കഴിവതും ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇങ്ങോട്ട് ചോദിക്കാതെ ഒന്നിലും അഭിപ്രായം പറയാതിരിക്കുന്നതായിരിക്കും ഉചിതം. കൊടുക്കൽ വാങ്ങൽ, കലഹം, മാനഹാനി എന്നിവയ്ക്കും സാധ്യതയുണ്ട്. ഇനി നമുക്ക് ചിങ്ങക്കൂറിൽ വരുന്ന ഉത്തര നക്ഷത്രക്കാരുടെ വിശേഷ ഫലത്തെ ഒന്ന് പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ച് പരോപകാര താല്പര്യത ഉണ്ടാകാം. വ്യാപാര വിജയം, ധനലാഭം ഇവയ്ക്കും സാധ്യതയുണ്ട്. പല മാർഗങ്ങളിലൂടെയും ധനം ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. പൊതുപ്രവർത്തനങ്ങളിൽ ഉയർച്ച, യാത്രാക്ലേശം, കുടുംബ സൗഖ്യക്കുറവ് എന്നിവയ്ക്ക് ലക്ഷണം കാണുന്നുണ്ട്. കേസുകളിൽ അകപ്പെടാതെ ശ്രദ്ധിക്കേണ്ടതാണ്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും അതിപ്രയത്നം ആവശ്യമായി വന്നേക്കാം. നിദ്രാ തടസ്സവും നേത്രരോഗവും ഹൃദ്രോഗത്തിനും സാധ്യത കാണുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റ് രാശിക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.